ഹായ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മുഗൾ സാമ്രാജ്യത്തുള്ള ഭരണാധികാരികളെ കുറിച്ചായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ മുഗൾ സാമ്രാജ്യ സ്ഥാപകനായിട്ടുള്ള ബാബറെ കുറിച്ച് നോക്കി, പിന്നെ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഹുമയൂണിനെ കുറിച്ച് നോക്കി, അതിനുശേഷം ഹുമയൂണിൻ്റെ മകനായിട്ടുള്ള അക്ബറെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അവരുടെ മകനായിട്ടുള്ള ജഹാംഗീറിനെ കുറിച്ചും നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ മൊത്തം 4 മുഗൾ ഭരണാധികാരികളെ കുറിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് മുഗൾ സാമ്രാജ്യത്തിലെ പ്രശസ്തരായ 2 ഭരണാധികാരികളെ കുറിച്ചും പിന്നെ ആ ഭരണാധികാരികൾക്ക് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് നോക്കാനുള്ളത്. പിന്നെ സൂർ വംശത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാനുണ്ട്. അപ്പോൾ ഇത്രയായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നുണ്ടാവുക. നമ്മളിവിടെ നോട്ട്സ് തരാത്തതിലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു പോകുന്നുണ്ടാവും. അപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് കേട്ടോ. ഇവിടെ പറയുന്ന പോയിന്റ്സ് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിൽ നിന്ന് മിസ് ചെയ്തിട്ട് കളയാനായിട്ട് ഒരു പോയിന്റും തന്നെ ഇല്ല. അതുകൊണ്ട് മാക്സിമം പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമുക്ക് ഷാജഹാനെ കുറച്ചും കൂടെ പരിചയമുള്ളൊരു മുഗൾ ഭരണാധികാരിയാണ് എന്നുള്ളത് വിശ്വസിക്കുന്നു. ഷാജഹാനെയും മുംതാസിനെയും താജ്മഹലും എല്ലാം തന്നെ നമ്മൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആളാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഷാജഹാൻ്റെ ഭരണകാലഘട്ടം ഏതു മുതൽ ഏതുവരെയാണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1628 മുതൽ 1658 വരെയാണ് ഷാജഹാൻ്റെ ഭരണകാലഘട്ടം. ഷാജഹാൻ ജനിക്കുന്നത് 1592 പിന്നെ അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഖുറം എന്നും ഷാജഹാൻ അറിയപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ ഖുറം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മുഗൾ ചക്രവർത്തിയാണ് ഷാജഹാൻ. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ നാമം എന്ത് എന്ന് ചോദിച്ചാൽ അത് ഷിഹാബുദ്ദീൻ മുഹമ്മദ് ഷാജഹാൻ എന്നാണ്. ഷിഹാബുദ്ദീൻ മുഹമ്മദ് ഷാജഹാൻ എന്നാണ് ഷാജഹാൻ്റെ പൂർണ്ണനാമം. ഇനി മുഗൾ സാമ്രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടമാണ് ഷാജഹാൻ്റെ കാലഘട്ടം. ഓക്കെ, ഇനി അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നത് നിർമ്മിതികളുടെ രാജകുമാരൻ, ശില്പികളുടെ രാജാവ് എന്നിങ്ങനെയെല്ലാമാണ്. ഓക്കെ, നിർമ്മിതികളുടെ രാജകുമാരൻ എന്നും ശില്പികളുടെ രാജാവ് എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന മുഗൾ ഭരണാധികാരിയാണ് ഷാജഹാൻ. ഇനി ഈ ഷാജഹാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ രാജാവ് എന്നാണ്. ഓക്കെ, ഷാജഹാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ രാജാവ് എന്നാണ്. അതുപോലെ ലാഹോറിലാണ് ഇദ്ദേഹം ജനിച്ചത്. ആ ലാഹോറിൽ ഷാലിമാർ പൂന്തോട്ടം പണികഴിപ്പിച്ച ചക്രവർത്തി കൂടിയാണ് ഇദ്ദേഹം. ഓക്കെ, ലാഹോറിലെ ഷാലിമാർ പൂന്തോട്ടം പണികഴിപ്പിച്ച ചക്രവർത്തിയാണ് ഷാജഹാൻ. ഇനി ആഗ്രയിലായിരുന്ന മുഗൾ തലസ്ഥാനത്തെ ഡൽഹിയിലേക്ക് മാറ്റിയത് ഷാജഹാൻ ആയിരുന്നു. ഓക്കെ, മുഗൾ തലസ്ഥാനം ആഗ്രയിലായിരുന്നു അതുവരെ. ആ തലസ്ഥാനത്തെ ഡൽഹിയിലേക്ക് മാറ്റിയത് ഷാജഹാൻ ആയിരുന്നു. ഇനി ഷാജഹാൻ ഡൽഹിയിൽ പണി കഴിപ്പിച്ച തലസ്ഥാന നഗരമാണ് ഷാജഹാനാബാദ്. ഓക്കെ, ഷാജഹാൻ ഡൽഹിയിൽ പണി കഴിപ്പിച്ച തലസ്ഥാന നഗരമാണ് ഷാജഹാനാബാദ്. അതുപോലെ ഷാജഹാൻ്റെ മൂത്ത പുത്രനായിരുന്നു ദാരാ ഷിക്കോവ്. ഷാജഹാൻ്റെ മൂത്ത പുത്രനാണ് ദാരാ ഷിക്കോവ്. ഓക്കെ, അദ്ദേഹമാണ് ഭഗവത്ഗീതയും ഉപനിഷത്തുകളും പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത്. ഓക്കെ, അപ്പോൾ ഭഗവത്ഗീതയും ഉപനിഷത്തുകളും പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ഷാജഹാൻ്റെ മൂത്ത പുത്രനായ ദാരാ ഷിക്കോവ് ആണ്. പിന്നെ നീതിച്ചങ്ങല അല്ലെങ്കിൽ ആവലാതി ചങ്ങല നിർത്തലാക്കിയത് ഷാജഹാൻ ആയിരുന്നു. അപ്പോൾ ഒന്ന് താഴെ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത് ആരാണ് നീതിച്ചങ്ങല നടപ്പിലാക്കിയത് അല്ലെങ്കിൽ നീതിച്ചങ്ങല തുടങ്ങി വെച്ചത് ഏത് മുഗൾ രാജാവ് ആയിരുന്നു എന്നുള്ളതൊന്ന് താഴെ കമൻറ്റ് ചെയ്ത് തരിക. ഓക്കെ, ഇനി ഷാജഹാൻ്റെ പ്രധാന നിർമ്മിതികളാണ് ഡൽഹിയിലെ ചെങ്കോട്ട, ഡൽഹിയിലെ ജുമാ മസ്ജിദ്, ആഗ്രയിലെ മോത്തി മസ്ജിദ്, ഇനി ദിവാൻ ഇ ആം, ദിവാൻ ഇ ഖാസ് എന്നിവ. ഓക്കെ,
എന്തെല്ലാമാണ്? ഡൽഹിയിലെ ചെങ്കോട്ട, ഡൽഹിയിലെ ജുമാ മസ്ജിദ്. പിന്നെ ആഗ്രയിലെ മോത്തി മസ്ജിദും ദിവാൻ ഇ ആമും ദിവാൻ ഇ ഖാസ് എന്നിവയെല്ലാം തന്നെ ഷാജഹാൻ്റെ പ്രധാന നിർമ്മിതികൾ ആണ്. അതുപോലെ ഷാജഹാൻ നിർമ്മിച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മയൂര സിംഹാസനം. ഓക്കെ, മയൂര സിംഹാസനം നിർമ്മിച്ചത് ഷാജഹാനാണ്. വിക്രമാദിത്യ രാജാവിൻ്റെ സിംഹാസനത്തിൻ്റെ മാതൃകയിൽ നിർമ്മിച്ചതായിരുന്നു ഈ മയൂര സിംഹാസനം. ഈ മയൂര സിംഹാസനത്തിൽ മൊത്തം 24 മയിലുകളാണ് ഉള്ളത്. ഓക്കെ, മയൂര സിംഹാസനത്തിൽ 24 മയിലുകളാണ് ഉള്ളത്. മയൂര സിംഹാസനം ഇന്ത്യയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയത് ആരാ? അറിയാവുന്നവരൊന്ന് താഴെ കമൻറ്റ് ചെയ്തേ. നമ്മളുടെ മയൂര സിംഹാസനം ഇന്ത്യയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയത് ആരാണ്? അത് നാദിർ ഷാ ആണ്. ഓക്കെ, മയൂര സിംഹാസനം ഇന്ത്യയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയത് നാദിർ ഷാ ആണ്. അതുപോലെ മയൂര സിംഹാസനം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ടിലുള്ള ലണ്ടൻ ടവർ മ്യൂസിയത്തിൽ ആണ്. അതുപോലെ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദിവാൻ ഇ ഖാസിൻ്റെ ചുവരിലാണ്. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദിവാൻ ഇ ഖാസിൻ്റെ ചുവരിലാണ്. അതുപോലെ ചെങ്കോട്ടയിൽ ദിവാൻ ഇ ഖാസ് പണി കഴിപ്പിച്ച മുഗൾ ചക്രവർത്തിയാണ് ഷാജഹാൻ. ചെങ്കോട്ടയിലാണ് ഈ ദിവാൻ ഇ ഖാസ് കേട്ടോ. ഇനി അബ്ദുൾ ഹമീദ് ലഹോറി ഷാജഹാനെ കുറിച്ച് എഴുതിയ പുസ്തകമാണ് പാദ്ഷാനാമ. അബ്ദുൾ ഹമീദ് ലാഹോറി ഷാജഹാനെ കുറിച്ച് എഴുതിയ പുസ്തകമാണ് പാദ്ഷാനാമ. ഇനി ഷാജഹാനെ തടവിലാക്കിയ അദ്ദേഹത്തിൻ്റെ മകനാണ് ഔറംഗസേബ്. ഷാജഹാൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ആഗ്രയിലുമാണ്. 1958 ഔറംഗസേബ് നമ്മളുടെ ഷാജഹാനെ തടവിലാക്കിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 1666 ഷാജഹാൻ മരണമടയുന്നത്. ഇനി ഷാജഹാനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എന്തായാലും എന്തിനെക്കുറിച്ചും കൂടെ പറയണം? താജ്മഹലിനെ കുറിച്ചും കൂടെ പറയണം. അപ്പോൾ നമുക്ക് താജ്മഹലിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അതെല്ലാം തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. വെണ്ണക്കല്ലിലെ പ്രണയകാവ്യം എന്ന വിശേഷണമുള്ള മധ്യകാല ഇന്ത്യയിലെ ഒരു നിർമ്മിതിയാണ് താജ്മഹൽ. വെണ്ണക്കല്ലിലെ പ്രണയകാവ്യം എന്നാണ് താജ്മഹൽ അറിയപ്പെടുന്നത്. ഷാജഹാന്റെ ഭാര്യ മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്മാരകമാണ് താജ്മഹൽ. മുംതാസ് മഹൽ എന്നതായിരുന്നു താജ്മഹലിൻ്റെ ആദ്യകാല നാമം. മുംതാസ് മഹലിൻ്റെ യഥാർത്ഥ നാമം അഞ്ജുമാൻ ബാനു ബീഗം എന്നതായിരുന്നു. അഞ്ജുമാൻ ബാനു ബീഗം എന്നാണ് മുംതാസ് മഹലിൻ്റെ യഥാർത്ഥ നാമം ഉണ്ടായിരുന്നത്. ഇനി താജ്മഹൽ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മാർബിളിലെ ഇതിഹാസം എന്നും. ഓക്കെ, മാർബിളിലെ ഇതിഹാസം, വെണ്ണക്കല്ലിലെ പ്രണയകാവ്യം എന്നെല്ലാം അറിയപ്പെടുന്നത് താജ്മഹൽ ആണ്. ഈ താജ്മഹലിൻ്റെ ശില്പി ഉസ്താദ് ഈസ ആണ്. ഉസ്താദ് ഈസ ആണ് താജ്മഹലിൻ്റെ ശില്പി. താജ്മഹലിൻ്റെ ആ ഒരു ഡിസൈൻ ചെയ്തത് ജെറോനിമോ വെറങ്കോ ആണ്. ഓക്കെ, താജ്മഹലിൻ്റെ ഡിസൈൻ ചെയ്തത് ജെറോനിമോ വെറങ്കോ എന്ന ആളാണ്. അതുപോലെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹുമയൂണിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, താജ്മഹലിൻ്റെ രൂപകൽപ്പനയ്ക്ക് പ്രചോദനമായ നിർമ്മിതിയാണ് ഹുമയൂണിൻ്റെ ശവകുടീരം. ഇനി താജ്മഹലിൻ്റെ ഉയരം എന്ന് പറയുന്നത് 240 അടി അല്ലെങ്കിൽ 73 മീറ്റർ ആണ് താജ്മഹലിൻ്റെ ഉയരം. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് അറിയാലോ, അത് ആഗ്രയിലാണ്. ഇനി താജ്മഹൽ പണി കഴിപ്പിച്ചത് 17-ാം നൂറ്റാണ്ടിലാണ്. 17-ാം നൂറ്റാണ്ടിലാണ് താജ്മഹൽ പണി കഴിപ്പിച്ചത്. അതിൻ്റെ താജ്മഹലിൻ്റെ നിർമ്മാണം അവസാനിച്ചത് 1653-ലാണ്. 1653-ലാണ് താജ്മഹലിൻ്റെ നിർമ്മാണം അവസാനിച്ചിരിക്കുന്നത്. ഇനി ഈ താജ്മഹലിനെ കാലത്തിൻ്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചതാരാ? അതൊന്ന് താഴെ കമൻറ്റ് ചെയ്തേ. താജ്മഹലിനെ കാലത്തിൻ്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്?
ഓക്കെ, അത് രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു താജ്മഹലിനെ കാലത്തിൻ്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചത്. ഇനി താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് യമുനാ തീരം. അത് ഉത്തർപ്രദേശിൽ ആണ്. ഓക്കെ, ഇനി ഡ്രീം ഇൻ മാർബിൾ എന്നറിയപ്പെടുന്നത് എന്താ? താജ്മഹൽ തന്നെയാണ്. അതുപോലെ ഇന്ത്യയിലെ മുസ്ലിം കലയുടെ രത്നം എന്നും താജ്മഹൽ അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ മുസ്ലിം കലയുടെ രത്നം എന്നറിയപ്പെടുന്ന നിർമ്മിതിയും താജ്മഹൽ തന്നെയാണ്. ഇനി ബേബി താജ് അല്ലെങ്കിൽ താജ്മഹലിൻ്റെ കരടു രൂപം എന്നറിയപ്പെടുന്നത് ഇത്തിമാദ് ഉദ് ദൗളയുടെ ശവകുടീരമാണ്. അത് നൂർജഹാൻ്റെ പിതാവിൻ്റെ ശവകുടീരമാണ്. ഇത്തിമാദ് ഉദ് ദൗള ആണ് നൂർജഹാൻ്റെ പിതാവ്. അദ്ദേഹത്തിൻ്റെ ശവകുടീരമാണ് ബേബി താജ് അല്ലെങ്കിൽ താജ്മഹലിൻ്റെ കരട് രൂപം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ട്വിറ്റർ അക്കൗണ്ടുള്ള ലോകത്തിലെ ആദ്യ ചരിത്ര സ്മാരകമാണ് താജ്മഹൽ. ഇനി ആ താജ്മഹലിൻ്റെ നിറം മങ്ങലിന് കാരണമായ രാസവസ്തുവാണ് സൾഫർ ഡൈ ഓക്സൈഡ്. താജ്മഹലിൻ്റെ നിറം മങ്ങലിന് കാരണമായ രാസവസ്തുവാണ് സൾഫർ ഡൈ ഓക്സൈഡ്. 2013 ക്ലീൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് താജ്മഹലിനെ ദത്തെടുത്ത പൊതുമേഖലാ സ്ഥാപനമാണ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ. ഈ പദ്ധതി പ്രകാരം ദത്തെടുത്ത ആദ്യ ചരിത്ര സ്മാരകം കുത്തബ് മിനാർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ 2013 ക്ലീൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് താജ്മഹലിനെ ദത്തെടുത്ത പൊതുമേഖലാ സ്ഥാപനമാണ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ. ഈ പദ്ധതി പ്രകാരം അവർ ദത്തെടുത്ത ആദ്യ ചരിത്ര സ്മാരകം കുത്തബ് മിനാർ ആയിരുന്നു. ഓക്കെ, ഇനി അർദ്ധ സൈനിക സേനയായ CISF സംരക്ഷണ ചുമതല ഏറ്റെടുത്ത ഇന്ത്യയിലെ ആദ്യ ചരിത്ര സ്മാരകമാണ് താജ്മഹൽ. ഓക്കെ, അതുപോലെ 20-ാം നൂറ്റാണ്ടിലെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ഡൽഹിയിലെ ലോട്ടസ് ടെമ്പിൾ ആണ്. 20-ാം നൂറ്റാണ്ടിലെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ഡൽഹിയിലെ ലോട്ടസ് ടെമ്പിൾ ആണ്. അതുപോലെ താജ്മഹൽ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത് 1983 ആയിരുന്നു. ഓക്കെ, താജ്മഹൽ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയത് 1983 ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് താജ്മഹലിനെ കുറിച്ചും അത് പണി കഴിപ്പിച്ച നമ്മളുടെ ഷാജഹാനെ കുറിച്ചും നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ താജ്മഹൽ മൊത്തം എന്തെല്ലാം പേരിലാണ് അറിയപ്പെടുന്നത്? വെണ്ണക്കല്ലിലെ പ്രണയകാവ്യം, മാർബിളിലെ ഇതിഹാസം, പിന്നെ കാലത്തിൻ്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി, പിന്നെ ഡ്രീം ഇൻ മാർബിൾ, ഇന്ത്യയിലെ മുസ്ലിം കലയുടെ രത്നം എന്നെല്ലാം അറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? താജ്മഹൽ തന്നെയാണ്. PSC ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു താജ്മഹലിൻ്റെ നിറം മങ്ങലിനു കാരണമായ രാസവസ്തു ഏത് എന്നുള്ളത്. അത് സൾഫർ ഡൈ ഓക്സൈഡ് ആണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി ഷാജഹാനെ കുറിച്ച് നമ്മൾ നോക്കിയ കാര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം ഷിഹാബുദ്ദീൻ മുഹമ്മദ് ഷാജഹാൻ എന്നാണ്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നാണ് ഷാജഹാൻ്റെ കാലഘട്ടം അറിയപ്പെടുന്നത്. അതുപോലെ അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് നിർമ്മിതികളുടെ രാജകുമാരൻ എന്നും ശില്പികളുടെ രാജാവ് എന്നും എല്ലാമാണ്. പിന്നെ മുഗൾ ശില്പകലാ രീതി അറിയപ്പെടുന്നത് പിയത്ര ദുരൈ എന്നാണ്. പിയത്ര ദുരൈ എന്നാണ് മുഗൾ ശില്പകലാ രീതി അറിയപ്പെട്ടിരുന്നത്. ലാഹോറിലെ ഷാലിമാർ പൂന്തോട്ടം, പിന്നെ ഡൽഹിയിലെ ചെങ്കോട്ട, ജുമാ മസ്ജിദ്, മോത്തി മസ്ജിദ്, ദിവാൻ ഇ ആം, ദിവാൻ ഇ ഖാസ് എന്നിവയെല്ലാം അദ്ദേഹം നിർമ്മിപ്പിച്ച നിർമ്മിതികളാണ്. പിന്നെ മയൂര സിംഹാസനം, പിന്നെ ഓഫ്കോഴ്സ് നമ്മുടെ താജ്മഹൽ, ഇതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ നിർമ്മിതികളാണ്. അദ്ദേഹത്തെക്കുറിച്ച്, ഷാജഹാനെ കുറിച്ച് അബ്ദുൽ ഹമീദ് ലഹോറി എഴുതിയ പുസ്തകമായിരുന്നു പാദ്ഷാ നാമ എന്നുള്ളത് കൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക. നമ്മളിപ്പോൾ പറഞ്ഞു ഷാജഹാനെ നിർമ്മിതികളുടെ രാജകുമാരൻ എന്നുള്ളത്. എന്നാൽ നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്ന് നമ്മൾ ആരെയാ നോക്കിയിട്ടുണ്ടായിരുന്നേ? കുറച്ച് ക്ലാസ്സുകൾക്ക് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാജഹാൻ നിർമ്മിതികളുടെ രാജകുമാരനാണ്. എന്നാൽ നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാ? അറിയുന്നവരൊന്ന് വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ.
നിർമ്മാതാക്കളുടെ രാജകുമാരൻ. നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്നത് ഫിറോസ് ഷാ തുഗ്ലക് ആയിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, മയൂര സിംഹാസനം പറഞ്ഞ സമയത്ത് അത് ഇന്ത്യയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയത് നാദിർ ഷാ ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. അദ്ദേഹം ഈ മയൂര സിംഹാസനത്തിനോടൊപ്പം തന്നെ നമ്മളുടെ കോഹിന്നൂർ രത്നവും നാദിർ ഷാ ഇവിടുന്ന് കടത്തിക്കൊണ്ടു പോയിട്ടുണ്ടായിരുന്നു. നാദിർ ഷാ അറിയപ്പെടുന്നത് പേർഷ്യൻ നെപ്പോളിയൻ എന്ന പേരിൽ ആണ്. പേർഷ്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് നാദിർ ഷായും, എന്നാൽ ഇറാൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് മിഹിർ കുല എന്ന ആളും ആണ്. ഓക്കെ, മിഹിർ കുല. ഇറാൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് മിഹിർ കുല ആണ്. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് 1658 ഷാജഹാനെ തടവിലാക്കിയ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഔറംഗസീബിനെ കുറിച്ചാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1658 മുതൽ 1707 വരെയാണ് ഔറംഗസേബിൻ്റെ ഭരണകാലഘട്ടം. ആലംഗീർ, ലോകത്തെ കീഴടക്കിയവൻ എന്നർത്ഥമുള്ള ആലംഗീർ എന്ന പേര് സ്വീകരിച്ച മുഗൾ ചക്രവർത്തിയാണ് ഔറംഗസീബ്. ഓക്കെ, ആലംഗീർ എന്നറിയപ്പെടുന്നത് ഔറംഗസീബ് ആണ്. 1618 ഔറംഗസീബ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മുഹിയുദ്ദീൻ മുഹമ്മദ് ഔറംഗസീബ് എന്നാണ്. മുഹിയുദ്ദീൻ മുഹമ്മദ് ഔറംഗസീബ് എന്നാണ് ഔറംഗസീബിൻ്റെ പൂർണ്ണമായ നാമം. നമ്മൾ പറഞ്ഞു 1658 ഔറംഗസീബ് ഷാജഹാനെ തടവിലാക്കി. അതിനുശേഷം ഷാജഹാൻ്റെ മറ്റു മക്കളായിട്ടുള്ള, അതായത് ഔറംഗസീബിൻ്റെ സഹോദരങ്ങളായിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഭഗവത്ഗീതയും ഉപനിഷത്തുകളും പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ഷാജഹാൻ്റെ മൂത്ത പുത്രനെ കുറിച്ച് എന്തായിരുന്നു നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ഭഗവത്ഗീതയും ഉപനിഷത്തുക്കളും പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ഷാജഹാൻ്റെ മൂത്ത പുത്രൻ്റെ പേരെന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അറിയാവുന്നവരൊന്ന് വേഗം കമൻറ്റ് ചെയ്തേ. ക്ലാസ് ശ്രദ്ധിച്ചവരൊന്ന് വേഗം കമൻറ്റ് ചെയ്തേ. അതെ, അത് ദാരാ ഷിക്കോവ് ആണ്. അപ്പോൾ ഔറംഗസീബിൻ്റെ സഹോദരനായ ഈ ദാരാ ഷിക്കോവ് ഷൂജയെയും മുറാദിനെയും കൊലപ്പെടുത്തിയതിന് ശേഷമാണ് ഔറംഗസീബ് മുഗൾ രാജ്യത്തിൻ്റെ രാജാധികാരിയായിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ തൻ്റെ സഹോദരങ്ങളായ ദാരാ ഷിക്കോവ്, ഷൂജയെയും മുറാദ് എന്നിവരെയും വധിച്ച ശേഷം അധികാരം പിടിച്ചെടുത്ത മുഗൾ ചക്രവർത്തിയാണ് ഔറംഗസീബ്. അതുപോലെ കൊട്ടാരത്തിൽ പാട്ടും നൃത്തവും നിരോധിച്ച മുഗൾ ഭരണാധികാരിയാണ് ഔറംഗസീബ്. കൊട്ടാരത്തിൽ പാട്ടും നൃത്തവും ഒക്കെ നിരോധിച്ച മുഗൾ ഭരണാധികാരിയായിരുന്നു ഔറംഗസീബ്. അതുപോലെ കടൽ കൊള്ളക്കാരിൽ നിന്നും ഔറംഗസീബ് സന്ദീപ് ദ്വീപ് പിടിച്ചെടുക്കുകയുണ്ടായിരുന്നു. ഓക്കെ, സന്ദീപ് ദ്വീപ് പിടിച്ചെടുത്ത മുഗൾ രാജാവായിരുന്നു ഔറംഗസീബ്. ജീവിക്കുന്ന സന്യാസി, അതായത് സിന്ധ് പീർ എന്നറിയപ്പെട്ടിരുന്ന മുഗൾ ഭരണാധികാരിയായിരുന്നു ഔറംഗസീബ്. ജീവിക്കുന്ന സന്യാസി എന്നറിയപ്പെട്ടിരുന്ന മുഗൾ ഭരണാധികാരിയായിരുന്നു ഔറംഗസീബ്. ഇനി 9ാമത്തെ സിഖ് ഗുരുവായ തേജ് ബഹദൂറിനെ വധിച്ചത് ഔറംഗസീബ് ആയിരുന്നു. 9ാമത്തെ സിഖ് ഗുരുവായ തേജ് ബഹദൂറിനെ വധിച്ചത് ഔറംഗസീബാണ് എന്നുള്ളത് ഓർക്കുക. ഇനി ഷാജഹാന്റെ ഭരണകാലത്ത് ഔറംഗസീബ് ഭരിച്ചിരുന്ന പ്രദേശമായിരുന്നു ഡെക്കാൻ. ഓക്കെ, ഷാജഹാന്റെ ഭരണകാലത്ത് ഔറംഗസീബ് ഭരിച്ചിരുന്ന പ്രദേശമായിരുന്നു ഡക്കാൻ. ഇനി പിതാവിൻ്റെ മരണത്തെ തുടർന്നല്ലാതെ സിംഹാസനത്തിലേറിയ ഒരേ ഒരു മുഗൾ ചക്രവർത്തിയാണ് ഔറംഗസീബ്. ഓക്കെ, ഇദ്ദേഹം ഭരണത്തിൽ കയറുന്ന സമയത്ത് ഷാജഹാൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഷാജഹാൻ മരിച്ചത് 1666 അപ്പം പിതാവിൻ്റെ മരണത്തെ തുടർന്നല്ലാതെ സിംഹാസനത്തിലേറിയ ഒരേ ഒരു മുഗൾ ചക്രവർത്തിയാണ് ഔറംഗസീബ്. പിന്നെന്താ, ധർമ്മട് യുദ്ധം, അതുപോലെ സമുഘട് യുദ്ധം, ഇത് രണ്ടെണ്ണത്തിലുമാണ് ദാരാ ഷിക്കോവിനെ ഔറംഗസീബ് പരാജയപ്പെടുത്തിയത്.
ഓക്കെ, 1658 ഇവരെ കൊലപ്പെടുത്തിയിട്ടാണ് ഇദ്ദേഹം സ്ഥാനത്തിലേറിയത് എന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പോൾ ഇവരുമായിട്ട് നടത്തിയ യുദ്ധങ്ങളായിരുന്നു ധർമ്മട് യുദ്ധവും സമുഗഡ് യുദ്ധവും. അതിൽ ദാരാ ഷിക്കോവിനെ ഔറംഗസീബ് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ധാരയെ, അതായത് ഈ ദാരാ ഷിക്കോവിനെ ഔറംഗസീബ് പൂർണ്ണമായി പരാജയപ്പെടുത്തുകയും പിന്നീട് വധിക്കുകയും ചെയ്ത യുദ്ധമാണ് ദിയോറായ് യുദ്ധം 1659. ഓക്കെ, അപ്പോൾ ഔറംഗസീബ് ദാരാ ഷിക്കോവിനെ പൂർണ്ണമായി പരാജയപ്പെടുത്തുകയും വധിക്കുകയും ചെയ്ത യുദ്ധമാണ് ദിയോറായ് യുദ്ധം. അത് 1659 ആയിരുന്നു. ഇനി പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ബീബി കാ മക്ബറയാണ്. ഔറംഗസീബിൻ്റെ ഭാര്യയായിട്ടുള്ള റാബിയ ദുരാനിക്കു വേണ്ടിയിട്ട് നിർമ്മിച്ച ശവകുടീരമായിരുന്നു ബീബി കാ മക്ബറ. ബീബി കാ മക്ബറ ശരിക്കും നിർമ്മിച്ചത് ഔറംഗസീബിൻ്റെ മകനായിട്ടുള്ള അസം ഷാ ആണ്. എന്നാൽ PSCക്ക് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്, അതായത് ബീബി കാ മക്ബറ നിർമ്മിച്ചത് ആര് എന്ന് കൊടുത്തിട്ടുള്ളതിൽ ഓപ്ഷൻ ഔറംഗസീബ് ഉണ്ടെങ്കിൽ PSCൻ്റെ ഉത്തരം ഔറംഗസീബ് എന്ന് തന്നെയാണ്. ഓക്കെ, പക്ഷെ ഔറംഗസീബ് ഇല്ല, പിന്നെ അതിലുള്ളത് അസം ഷാ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം അസം ഷാനെ ചൂസ് ചെയ്യുക കേട്ടോ. ഇനി ബീബി കാ മക്ബറ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ ആണ്. ബീബി കാ മക്ബറ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ ആണ് എന്നുള്ളതും കൂടി ഓർത്തു വയ്ക്കുക. ഇനി ബീബി കാ മക്ബറയുടെ നിർമ്മാണത്തെക്കുറിച്ച് വിവരിക്കുന്ന ഫ്രഞ്ച് സഞ്ചാരിയാണ് ടവേർണിയർ. ഓക്കെ, ടവേർണിയർ എന്നുള്ളത് അദ്ദേഹം ബീബി കാ മക്ബറയുടെ നിർമ്മാണത്തെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഔറംഗസീബിനെ കുറിച്ച് നോക്കാനുള്ള കാര്യങ്ങളാണ്. ശിവജിയുമായി നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെട്ട ഭരണാധികാരിയാണ് ഔറംഗസീബ്. ഓക്കെ, ശിവജി ഔറംഗസീബ് പുരന്ദർ സന്ധി ഒപ്പുവെച്ചത് 1665 അതുപോലെ ഡെക്കാൻ നയം ആരംഭിച്ചത് ഔറംഗസീബാണ്. ജസിയ പുനരാരംഭിച്ചത് ഔറംഗസീബാണ്. അപ്പോൾ ജസിയ പുനരാരംഭിക്കണമെങ്കിൽ ആരോ ഒരാൾ ആ ജസിയ നിർത്തിയില്ലാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതാരായിരുന്നു എന്നുള്ളതൊന്ന് താഴെ കമൻറ്റ് ചെയ്ത് തന്നെ. ജസിയ നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരി ആര് എന്നുള്ളതൊന്ന് താഴെ കമൻറ്റ് ചെയ്ത് തരിക. ആ നിർത്തലാക്കിയ ജസിയ പുനരാരംഭിച്ചത് ഔറംഗസീബാണ്. അതുപോലെ ലാഹോറിൽ ബാദ്ഷാഹി മോസ്ക് നിർമ്മിച്ചത് ഔറംഗസീബാണ്. ബാദ്ഷാഹി മോസ്ക് നിർമ്മിച്ചതും ഔറംഗസീബാണ്. ഇനി രാജ്യത്തെ ധാർമ്മികത സംരക്ഷിക്കുന്നതിന് ഔറംഗസീബ് നിയമിച്ച ഉദ്യോഗസ്ഥനായിരുന്നു മുഹ്താസി ബുമാർ. രാജ്യത്തെ ധാർമ്മികത സംരക്ഷിക്കുന്നതിനായിട്ട് ഔറംഗസീബ് നിയമിച്ച ഒരു ഉദ്യോഗസ്ഥനായിരുന്നു മുഹ്താസി ബുമാർ. പിന്നെ ചൈനയെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വ്യവസ്ഥയായി ഇന്ത്യ മാറുന്നത് ഔറംഗസീബിൻ്റെ കാലഘട്ടത്തിൽ ആയിരുന്നു. ലളിത ജീവിതം നയിക്കുകയും ഖുറാൻ പകർത്തി എഴുതി കിട്ടുന്ന വരുമാനം കൊണ്ട് ദൈനംദിന ചെലവുകൾ നടത്തുകയും ചെയ്തിരുന്ന ചക്രവർത്തിയാണ് ഔറംഗസീബ്. ഓക്കെ, ലളിത ജീവിതം നയിക്കുകയും ഖുറാൻ പകർത്തി എഴുതി കിട്ടുന്ന വരുമാനം കൊണ്ട് ദൈനംദിന ചെലവുകൾ നടത്തുകയും ചെയ്തിരുന്ന ചക്രവർത്തിയായിരുന്നു ഔറംഗസീബ്. ഇദ്ദേഹം നിരോധിച്ച കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മദ്യപാനവും ഭാംഗ് അടക്കമുള്ള ലഹരി വസ്തുക്കളും നിരോധിച്ചു. പിന്നെ മുഹറവുമായി ബന്ധപ്പെട്ട ആഘോഷം നിരോധിച്ചു. കൊട്ടാരത്തിൽ പാട്ടും നൃത്തവും നിരോധിച്ചു. പിന്നെ ചരോഗ സമ്പ്രദായം, അതായത് ചക്രവർത്തിമാർ മട്ടുപ്പാവിൽ ഇരുന്ന് പ്രജകൾക്ക് മുഖം കാണിച്ചിരുന്ന രീതിയും ഇദ്ദേഹം നിരോധിച്ചിരുന്നു. പിന്നെ ദസറ ആഘോഷം, സതി എന്നിവയും നിരോധിച്ചു. പിന്നെ നവ്രോസ്, പാഴ്സികളുടെ പുതുവത്സര ആഘോഷമാണ് ഈ നവ്രോസ്, അതും ഔറംഗസീബ് നിരോധിച്ചിരുന്നു. പിന്നെ അൽമനാക്ക്, ജ്യോതിഷിമാർ തയ്യാറാക്കുന്ന വാർഷിക ജ്യോതിഷ ഫലമായ അൽമനാക്ക് നിരോധിച്ചു. പിന്നെ കലിമ എന്ന് വെച്ചാൽ ഇസ്ലാമിക സന്ദേശങ്ങൾ കൊത്തിവെച്ച നാണയങ്ങളാണ് ഈ കലിമ, അതും അദ്ദേഹം നിരോധിച്ചു.
അപ്പോൾ മദ്യപാനവും ഭാംഗ് അടക്കമുള്ള ലഹരി വസ്തുക്കൾ നിരോധിച്ചു. മുഹറവുമായി ബന്ധപ്പെട്ട ആഘോഷവും കൊട്ടാരത്തിൽ പാട്ടും നൃത്തവും നിരോധിച്ചു. ചരോഗ സമ്പ്രദായവും ദസറ ആഘോഷവും സതിയും നവ്രോസും അൽമനാക്കും കലിമ എന്നിവയെല്ലാം തന്നെ ഔറംഗസീബ് നിരോധിച്ച കാര്യങ്ങളായിരുന്നു. ഇനി മുഗൾ സാമ്രാജ്യത്തിലെ ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെടുന്നത് ഔറംഗസീബിനെയാണ്. ഓക്കെ, മുഗൾ സാമ്രാജ്യത്തിലെ ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെടുന്നത് ഔറംഗസീബാണ്. അതുപോലെ ഇദ്ദേഹത്തിന് വീണ വായനയിൽ നിപുണൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ വീണ വായനയിൽ നിപുണനായ മുഗൾ ചക്രവർത്തിയായിരുന്നു ഔറംഗസീബ്. അതുപോലെ ഏറ്റവും നിഷ്ഠൂരനായ മുഗൾ ചക്രവർത്തി കൂടിയായിരുന്നു ഔറംഗസീബ്. ഓക്കെ, ഇനി റവന്യൂ വകുപ്പിലെ ഹിന്ദുക്കൾക്ക് ജോലി നൽകാൻ വിലക്ക് ഏർപ്പെടുത്തിയ ചക്രവർത്തി കൂടിയായിരുന്നു ഔറംഗസീബ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബംഗാളിൽ കച്ചവടത്തിന് അനുമതി നൽകിയ മുഗൾ ചക്രവർത്തിയും ഔറംഗസീബ് തന്നെയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബംഗാളിൽ കച്ചവടത്തിന് അനുമതി നൽകിയ മുഗൾ ചക്രവർത്തിയാണ് ഔറംഗസീബ്. ഇനി നമ്മൾ പറഞ്ഞു ലാഹോറിൽ ബാദ്ഷാഹി മോസ്ക് നിർമ്മിച്ചതും ഔറംഗസീബാണ് എന്നുള്ളത്. ഇനി ഇസ്ലാം മതം സ്വീകരിക്കാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ ഔറംഗസീബ് വധിച്ച സിഖ് ഗുരുവായിരുന്നു 9ാമത്തെ സിഖ് ഗുരുവായ ഗുരു തേജ് ബഹാദൂർ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അദ്ദേഹം 9ാമത്തെ സിഖ് ഗുരുവായ ഗുരു തേജ് ബഹാദൂറിനെ വധിച്ചു എന്നുള്ളത്. എന്നാൽ അത് എന്തിനാണ് വധിച്ചത് എന്ന് ചോദിച്ചാൽ ഇസ്ലാം മതം സ്വീകരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ്. ഓക്കെ, ഇനി സത്നാമി ഗോത്ര വിഭാഗവും മുഗൾ സൈന്യവും തമ്മിലുണ്ടായ സത്നാമി കലാപം 1672 സത്നാമി കലാപം നടന്നപ്പോൾ ഔറംഗസീബായിരുന്നു മുഗൾ ചക്രവർത്തി. ഓക്കെ, ഇനി ശിവജിയുടെ പിൻഗാമിയായ സാംബാജിയെ വധിച്ചതും ഔറംഗസീബാണ്. ശിവജീൻ്റെ പിൻഗാമിയായിട്ടുള്ള സാംബാജിയെ വധിച്ചത് ഔറംഗസീബാണ്. 1707 ഔറംഗസീബ് അന്തരിക്കുകയും ചെയ്തു. ഇനി ഔറംഗസീബിൻ്റെ കല്ലറ ആലംഗീർ ദർഗ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആലംഗീർ ദർഗ എന്നുള്ളത് ഔറംഗസീബിൻ്റെ കല്ലറയാണ് അറിയപ്പെടുന്നത്. ഇനി ഔറംഗസീബിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഖുൽദാബാദിലാണ്. ഔറംഗാബാദ്, മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലെ ഖുൽദാബാദിലാണ് ഔറംഗസീബിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഔറംഗസീബിൻ്റെ കത്തിടപാടുകളുടെ സമാഹാരമാണ് അബദ് ഇ ആലംഗിരി. അബദ് ഇ അലാംഗിരി എന്നുള്ളത് ഔറംഗസീബിൻ്റെ കത്തിടപാടുകളുടെ ഒരു സമാഹാരമാണ്. മുഗൾ നൊബിലിറ്റി അണ്ടർ ഔറംഗസീബ് എന്ന കൃതി രചിച്ചത് എം അത്താർ അലിയാണ്. മുഗൾ നൊബിലിറ്റി അണ്ടർ ഔറംഗസീബ് എന്ന കൃതി രചിച്ചത് എം അത്താർ അലി ആണ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് ഔറംഗസീബിനെ കുറിച്ച് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ തൻ്റെ പിതാവിനെ തടവിലാക്കുകയും തൻ്റെ സഹോദരങ്ങളെ വധിക്കുകയും ചെയ്ത് അധികാരത്തിലെത്തിയ മുഗൾ രാജാവായിരുന്നു ഔറംഗസീബ്. പിന്നെ പിതാവിൻ്റെ മരണത്തെ തുടർന്നല്ലാതെ സിംഹാസനത്തിലേറിയ ഒരേ ഒരു മുഗൾ ചക്രവർത്തി കൂടിയാണ് അദ്ദേഹം. കൊട്ടാരത്തിൽ പാട്ടും നൃത്തവും എല്ലാം നിരോധിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ കുറേ കാര്യങ്ങൾ അദ്ദേഹം നിരോധിച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്തെല്ലാമാണ് എന്നുള്ളത് പറഞ്ഞു. പിന്നെ സിന്ധ് പീർ, അതായത് ജീവിക്കുന്ന സന്യാസി എന്നറിയപ്പെട്ടിരുന്ന മുഗൾ ഭരണാധികാരിയായിരുന്നു ഔറംഗസീബ്. പിന്നെ ഇസ്ലാം മതം സ്വീകരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് 9ാമത്തെ സിഖ് ഗുരുവായ തേജ് ബഹാദൂറിനെ വധിച്ചതും ഔറംഗസീബ് തന്നെയാണ്. പിന്നെ പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്ന ബീബി കാ മക്ബറ നിർമ്മിച്ചത് ഔറംഗസീബ് ആണ് എന്നാണ് PSCയുടെ ഉത്തരം. അത് ശരിക്കും നിർമ്മിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള അസം ഷാ ആണ്. ഇനി ആ ബീബി കാ മക്ബറ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് എന്നുള്ളതും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. പിന്നെ ശിവജിയും ഔറംഗസീബുമായി ഒപ്പുവെച്ച സന്ധിയാണ് പുരന്ദർ സന്ധി. ഇനി ജസിയ പുനരാരംഭിച്ചതും ഔറംഗസീബ് തന്നെയാണ്. പിന്നെ ലാഹോറിലെ ബാദ്ഷാഹി മോസ്കും ഇദ്ദേഹം തന്നെയാണ് നിർമ്മിച്ചത്.
ഇനി ലളിത ജീവിതം നയിക്കുകയും ഖുറാൻ പകർത്തി എഴുതി കിട്ടുന്ന വരുമാനം കൊണ്ട് ദൈനംദിന ചെലവുകൾ നടത്തി പോവുകയും ചെയ്തിരുന്ന ചക്രവർത്തി കൂടിയാണ് ഔറംഗസീബ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അദ്ദേഹത്തിൻ്റെ കല്ലറ അറിയപ്പെടുന്ന പേര് ആലംഗീർ ദർഗ എന്നുള്ളതാണ്. അതായത് ആലംഗീർ എന്നുള്ളത് അദ്ദേഹം സ്വീകരിച്ച പേരായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ കല്ലറ അറിയപ്പെടുന്നത് ആലംഗീർ ദർഗ എന്ന പേരിലാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ഔറംഗസീബിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ഔറംഗസീബോട് കൂടെ തന്നെ നമുക്ക് മുഗൾ സാമ്രാജ്യത്തിലെ പ്രമുഖരായിട്ടുള്ള എല്ലാ രാജാക്കന്മാരെ കുറിച്ചും നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത്. ഔറംഗസീബിന് ശേഷം അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരിയാണ് ബഹദൂർ ഷാ ഒന്നാമൻ. അതുപോലെ നാദിർ ഷാ ഇന്ത്യ ആക്രമിച്ച സമയത്തെ മുഗൾ ഭരണാധികാരിയും മുഹമ്മദ് ഷാ രണ്ടാമൻ ആണ്. ഓക്കെ, അപ്പോൾ ഔറംഗസീബിന് ശേഷം അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരിയാണ് ബഹദൂർ ഷാ ഒന്നാമൻ. പിന്നെ നാദിർ ഷാ ഇന്ത്യ ആക്രമിച്ച സമയത്തെ മുഗൾ ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ഷാ രണ്ടാമൻ. ഇനി ബംഗാളിലെ നവാബായ സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവും നയിച്ച ബ്രിട്ടീഷ് സൈന്യവും തമ്മിൽ നടന്ന യുദ്ധമായിരുന്നു പ്ലാസി യുദ്ധം. ആ പ്ലാസി യുദ്ധം 1757 ആ പ്ലാസി യുദ്ധമാണ് നമ്മളുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറയിട്ട യുദ്ധം എന്നുള്ളത് നമുക്ക് പറയാം. ഇനി ഷൂജാ ഉദ് ദൗളയും ഹെക്ടർ മൺറോ നയിച്ചിട്ടുള്ള ബ്രിട്ടീഷ് സൈന്യവും തമ്മിൽ നടന്ന യുദ്ധമായിരുന്നു ബക്സർ യുദ്ധം. 1764 നടന്ന ബക്സർ യുദ്ധം. ഇനി രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന പദവി നൽകിയ മുഗൾ ഭരണാധികാരി അക്ബർ ഷാ രണ്ടാമൻ ആണ്. ഇനി അവസാനത്തെ മുഗൾ രാജാവായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ, അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ എന്നറിയപ്പെടുന്നവർ. അദ്ദേഹം ഒരു ഉറുദു കവി ആയിരുന്നു. ഉറുദു കവിയായ മുഗൾ ഭരണാധികാരിയാണ് ബഹദൂർ ഷാ സഫർ എന്നറിയപ്പെടുന്നത്. 1857 വിപ്ലവത്തിൻ്റെ അനന്തരഫലമായി ബ്രിട്ടീഷുകാർ ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയത് റംഗൂണിലേക്ക് ആയിരുന്നു. ഈ ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമനെ ആയിരുന്നു 1857 വിപ്ലവകാരികൾ ഡൽഹിൻ്റെ സുൽത്താനായിട്ട് അവരോധിച്ചിരുന്നത്. ഓക്കെ, ഇനി ബഹദൂർ ഷാ രണ്ടാമൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം റംഗൂൺ തന്നെയാണ്. ഈ 1857 ഒന്നാം വിപ്ലവത്തിൻ്റെ അനന്തരഫലമായിട്ട് 1858 നവംബർ 1 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബര പ്രകാരം ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. അതോടുകൂടെ മുഗൾ ഭരണം അടിയോടെ തന്നെ അവസാനിച്ചു. ഇനി നമുക്ക് ഈ മുഗൾ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് നോക്കാനുള്ള പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, മുഗൾ ഭരണകാലത്ത് ഭരണ സൗകര്യത്തിനായിട്ട് രാജ്യത്തെ സുബ്ബകൾ, സർക്കാരുകൾ, പർഗാനകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെയായി വേർതിരിച്ചിരുന്നു. എന്തെല്ലാമാണ്? സുബ്ബകൾ, സർക്കാരുകൾ, പർഗാന, ഗ്രാമം എന്നിങ്ങനെയായിട്ട് നമ്മളുടെ മൊത്തം രാജ്യത്തെ ഇവർ തിരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഓരോ വിഭാഗത്തെയും ഭരിക്കുന്നതിനായിട്ട് ഒരു പ്രാദേശിക ഭരണ വിഭാഗങ്ങളും അതിൽ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. അതിൽ അപ്പം സുബ്ബ ഭരിച്ചിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു സുബേദാർ. ഓക്കെ, ഇനി സർക്കാർ ഭരിച്ചിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു ഫൗജ്ദാർ. പർഗാനയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഉദ്യോഗസ്ഥനെ പറയുന്ന പേര് ഷിഖ്ദാർ എന്നായിരുന്നു. അതുപോലെ ഗ്രാമത്തിൻ്റെ തലവനെ ചൗധരി എന്ന് പറയുന്നു. ഇനി അതിന് പട്ടണമാണെങ്കിൽ അത് കൊത്വാൾ എന്നാണ് അറിയപ്പെടുന്നത്. കൊത്വാൾ. ഓക്കെ, അതാണ് പ്രാദേശിക ഭരണ വിഭാഗങ്ങളും അവയുടെ ഉദ്യോഗസ്ഥരെയും. അതുപോലെ മുഗൾ ഭരണകാലഘട്ടത്തെ കേന്ദ്ര ഭരണത്തിലെ പ്രധാന ഉദ്യോഗസ്ഥരും ചുമതലകളും എന്താണ് എന്ന് ചോദിച്ചാൽ, വക്കീൽ എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ്. ഇനി വസീർ എന്നറിയപ്പെടുന്നത് ധനകാര്യമന്ത്രിയാണ്. അതുപോലെ സദർ എന്നറിയപ്പെടുന്നത് നീതിന്യായ വകുപ്പ് മന്ത്രിയാണ്. ഇനി മിർബക്ഷി എന്നറിയപ്പെടുന്നത് സൈനിക തലവനാണ്. ഓക്കെ, മിർബക്ഷി എന്നറിയപ്പെടുന്നത് സൈനിക തലവനും, സദർ എന്നറിയപ്പെടുന്നത് നീതിന്യായ വകുപ്പിലെ ഉദ്യോഗസ്ഥനും, വസീർ എന്നറിയപ്പെടുന്നത് ധനകാര്യ ഉദ്യോഗസ്ഥനും, വക്കീൽ എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയും ആയിരുന്നു. ഓക്കെ, അതുപോലെ
മുഗൾ ഭരണകാലത്ത് സ്വന്തമായി കൃഷിഭൂമിയുള്ള കർഷകർ അറിയപ്പെട്ടിരുന്നത് ഖുദ് കഷ്ത എന്നാണ്. ഖുദ് കഷ്ത എന്നാണ് മുഗൾ ഭരണകാലത്ത് സ്വന്തമായി കൃഷിഭൂമിയുള്ള കർഷകർ അറിയപ്പെട്ടിരുന്നത്. ഇനി മുഗൾ ഭരണകാലത്ത് മറ്റുള്ളവരുടെ കൃഷിഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന കർഷകർ അറിയപ്പെട്ടിരുന്നത് പാഹി കഷ്ത എന്നാണ്. പാഹി കഷ്ത എന്നാണ് മുഗൾ ഭരണകാലത്ത് മറ്റുള്ളവരുടെ കൃഷിസ്ഥലത്ത് കൃഷി ചെയ്തിരുന്നവർ അറിയപ്പെട്ടിരുന്നത്. ഇനി മുഗൾ ചക്രവർത്തിമാര് ഭരണം കാര്യക്ഷമമാക്കുന്നതിനായിട്ട് നടപ്പിലാക്കിയ പരിഷ്കാരം അറിയപ്പെടുന്നതാണ് ജാഗിർദാരി. പിന്നെ അക്ബർ ചക്രവർത്തി പുറത്തിറക്കിയ വെള്ളി നാണയമാണ് ജലാലി. പിന്നെ അദ്ദേഹം തന്നെ പുറത്തിറക്കിയ സ്വർണ്ണ നാണയം ഇലാഹി എന്നറിയപ്പെടുന്നു. പിന്നെ ദിൻ ഇലാഹി മതത്തിൻ്റെ അടിസ്ഥാനം സുൽഹ് കുൽ എന്നാണ്, എല്ലാവർക്കും സമാധാനം എന്നുള്ളതാണ്. ഇനി അതുപോലെ മറ്റു പോയിന്റുകളാണ്. ആഗ്ര മോത്തി മസ്ജിദ് സ്ഥാപിച്ചത് ഷാജഹാനും എന്നാൽ ഡൽഹി മോത്തി മസ്ജിദ് സ്ഥാപിച്ചത് ഔറംഗസേബുമാണ്. താജ്മഹലിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഹുമയൂണിൻ്റെ ശവകുടീരമാണ്. എന്നാൽ താജ്മഹലിൻ്റെ പിൻഗാമി എന്നറിയപ്പെടുന്നത് ബീബി കാ മക്ബറ ആണ്. അപ്പോൾ ഈ മധ്യകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കൃതികൾ ഏതെല്ലാമാണ്, അതിൻ്റെ കർത്താക്കൾ ആരെല്ലാമാണ് എന്നുള്ളതും കൂടെ ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. താരിഖ് ഇ യാമിനി എന്നുള്ള കൃതി എഴുതിയത് അൽ ഉത്ബി ആണ്. അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു ബുക്കാണ് അല്ലെങ്കിൽ മറ്റൊരു കൃതിയാണ് കിതാബ് ഉൽ യാമിനി. ഓക്കെ, താരിഖ് ഇ യാമിനിയും കിതാബ് ഉൽ യാമിനിയും രചിച്ചത് അൽ ഉത്ബി ആണ്. ഇനി ഹുതുഹ് അൽ സലാത്തീൻ ചർക്കയെക്കുറിച്ച് ആദ്യമായി പരാമർശിച്ച ഗ്രന്ഥമാണ് ഫുതുഹ് അസ് സലാത്തീൻ എന്നുള്ളത്. അത് രചിച്ചത് അബ്ദുൾ മാലിക് ഇസാമി ആണ്. ഇനി താരിഖ് ഇ ഫിറോസി ഷാഹി അത് സിയാവുദ്ദീൻ ബറാനിയാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു കൃതിയാണ് ഫത്വ ഇ ജഹൻദരി. ഇനി താരിഖ് ഇ അലൈ രചിച്ചത് അമീർ ഖുസ്രുവും ഷാജഹാൻ നാമ രചിച്ചത് ഇനായത് ഖാനുമാണ്. അപ്പം നമുക്കിനി നോക്കാനുള്ളത് 1540 കനൗജ് യുദ്ധത്തിൽ ഹുമയൂണിനെ പരാജയപ്പെടുത്തിയത് ഷേർഷാ സൂരി ആയിരുന്നു. അങ്ങനെ അദ്ദേഹം സ്ഥാപിച്ച ഒരു വംശമാണ് സൂർ വംശം. സൂർ വംശത്തിൻ്റെ സ്ഥാപകനാണ് ഷേർഷാ സൂരി എന്നറിയപ്പെടുന്നത്. അതായത് നമ്മൾ ഹുമയൂണിനെ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു, ഹുമയൂണ് ഷേർഷാ സൂരിയുമായിട്ട് യുദ്ധത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം ഒരു 15 വർഷത്തോളം കാലം അദ്ദേഹത്തിന് ഭരണത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വന്നു എന്നുള്ളത് പറഞ്ഞു. ആ ഒരു 15 വർഷത്തിൻ്റെ ഇടവേളയിലാണ് ഈ സൂർ രാജവംശം നമ്മളുടെ ഇന്ത്യ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. സൂർ വംശത്തിൻ്റെ സ്ഥാപകനായിരുന്നു ഷേർഷാ സൂരി. ഷേർഷാ സൂരിയുടെ യഥാർത്ഥ നാമമായിരുന്നു ഫരീദ് ഖാൻ. ഷേർഷാ സൂരിയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1540 മുതൽ 1545 വരെ ആയിരുന്നു. ഷേർഷാ സൂരിക്ക് ഷേർ ഖാൻ എന്ന പേര് നൽകിയത് ബഹർ ഖാൻ എന്ന ആള് ആയിരുന്നു. ബഹർ ഖാൻ. ഇനി നമ്മുടെ പാട്ന നഗരം നിർമ്മിച്ചത് ഷേർഷാ സൂരി ആയിരുന്നു. പാട്ന നഗരം നിർമ്മിച്ചത് ഷേർഷാ സൂരിയാണ്. ഇനി ഷേർഷാ സ്ഥാപിച്ച നീതിന്യായ കോടതിയാണ് ദാരുൽ അദാലത്ത്. ഓക്കെ, ദാരുൽ അദാലത്ത് നിർമ്മിച്ചത് ഷേർഷാ സൂരിയാണ് എന്നുള്ളത് ഓർക്കുക. ഇനി കൊൽക്കത്തയെ അമൃത്സറുമായി ബന്ധിപ്പിക്കുന്ന ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചതും ഷേർഷാ സൂരി തന്നെയാണ്. ഓക്കെ, കൊൽക്കത്തയെ അമൃത്സറുമായി ബന്ധിപ്പിക്കുന്ന ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത് ഷേർഷാ സൂരിയാണ്. പിന്നെ ഷേർഷാ നിർമ്മിച്ച സത്രങ്ങൾ അറിയപ്പെടുന്നത് സരായികൾ എന്നാണ്. സരായികൾ എന്നാണ് ഷേർഷാ നിർമ്മിച്ച സത്രങ്ങൾ അറിയപ്പെടുന്നത്. ഇനി ഷേർഷയുടെ സാമ്രാജ്യത്തിലെ രക്തധമനികൾ എന്നറിയപ്പെടുന്നത് ഈ സരായികൾ ആയിരുന്നു. ഓക്കെ, ഇന്ത്യയിൽ രൂപ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചതും ഷേർഷാ സൂരിയാണ്. ഷേർഷാ പുറത്തിറക്കിയ നാണയങ്ങളായിരുന്നു സ്വർണ്ണ നാണയമാണ് മൊഹർ, ചെമ്പ് നാണയമായിരുന്നു ദാം.
ഓക്കെ, മൊഹർ എന്നുള്ള സ്വർണ്ണ നാണയവും ദാം എന്നുള്ള ചെമ്പ് നാണയവും പുറത്തിറക്കിയത് ഷേർഷാ സൂരി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലെ സസാരം എന്ന സ്ഥലത്താണ്. ഇനി ഷേർഷയെ തുടർന്ന് അധികാരത്തിൽ വന്ന ഭരണാധികാരിയാണ് ഇസ്ലാം ഷാ സൂരി. ഇനി സൂർ രാജവംശത്തിലെ അവസാന ഭരണാധികാരിയായിരുന്നു ആദിൽ ഷാ സൂരി. 1555 സിർഹിദ് യുദ്ധത്തിലൂടെയാണ് ഹുമയൂൺ ഈ മുഗൾ ഭരണം തിരിച്ചെടുത്തത്. അതായത് 1555 സിർഹിന്ദ് യുദ്ധത്തിലൂടെ ഹുമയൂൺ ആദിൽ ഷാ സൂരിനെ പരാജയപ്പെടുത്തിയിട്ട് മുഗൾ സാമ്രാജ്യം തിരിച്ചുപിടിക്കുകയാണ് ഉണ്ടായത്. ഇനി ഷേർഷയുടെ കാലത്ത് ഭൂനികുതി രേഖപ്പെടുത്തിയ ഒരു സമ്പ്രദായമായിരുന്നു കബൂലിയത്ത്. കബൂലിയത്ത് എന്നുള്ളത് ഷേർഷാ സൂരിൻ്റെ കാലത്തുള്ള ഭൂനികുതി രേഖപ്പെടുത്തിയ സമ്പ്രദായമാണ്. ഇനി ഷേർഷാ സൂരിൻ്റെ ആസ്ഥാന കവിയായിരുന്നു മാലിക് മുഹമ്മദ് ജയ്സി. ആ മാലിക് മുഹമ്മദ് ജയ്സിൻ്റെ പ്രധാന കൃതിയാണ് പത്മാവത്. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുതിരപ്പുറത്തുള്ള തപാൽ സമ്പ്രദായം ആരംഭിച്ച സൂർ ഭരണാധികാരിയും ഷേർഷാ സൂരിയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കൊൽക്കത്തയെ അമൃത്സറുമായി ബന്ധിപ്പിക്കുന്ന ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത് ഷേർഷാ സൂരിയാണ് എന്നുള്ളത്. അത് തമ്മിൽ ബന്ധിപ്പിച്ച സ്ഥലങ്ങൾ ഏതെല്ലാമാണ് എന്ന് ചോദിച്ചാൽ അത് ചിറ്റഗോങ്ങും കാബൂളിനെയും ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് നമ്മളുടെ സൂർ വംശത്തെക്കുറിച്ചും നോക്കാനുള്ളത്. അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മൾ നമ്മളുടെ മുഗൾ സാമ്രാജ്യത്തിനെ കുറിച്ചുള്ള കാര്യവും അതിൻ്റെ ഇടയിൽ ചെറിയ കാലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്ന സൂർ രാജവംശത്തെക്കുറിച്ചും നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി നോക്കാനുള്ളത് നമ്മളുടെ ഇന്ത്യയിൽ അക്കാലത്തൊക്കെ ഉണ്ടായിരുന്ന മറ്റു ചെറിയ ചെറിയ രാജവംശങ്ങളെക്കുറിച്ച് ആണ്. അത് നമ്മൾക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് പഠിച്ച് തീർക്കാം. അപ്പോൾ ഇന്ന് നമ്മളുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളത് വിശ്വസിക്കുന്നു. കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് വ്യക്തമായിട്ടും എല്ലാ പോയിന്റ്സും നമ്മൾ പറഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം നമുക്ക് വരുന്ന ക്ലാസ്സുകളിലായിട്ട് പഠിക്കാം. ഇതുവരെ എടുത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ പഠിച്ചു പോകുന്നുണ്ടാവും എന്നുള്ളത് വിശ്വസിക്കുന്നു. എത്രയും വേഗം തന്നെ നമ്മൾ എക്സാമും കൂടെ നടത്തുന്നതായിരിക്കും. അതിൻ്റെ എക്സാം ഡേറ്റ് കൃത്യമായിട്ട് എന്നാണ് എന്നുള്ളത് ഞാൻ നാളത്തെ ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും മാത്രമാണ് നമുക്ക് എടുക്കുന്നത്. അപ്പോൾ നാളെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം. അതുവരേക്കും ബൈ, താങ്ക് യു.